ഹലോ ഫ്രണ്ട്സ്, BB's ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. pTron എന്ന കമ്പനിയുടെ ഈ ഒരു ട്രൂ വയർലെസ് സ്റ്റീരിയോ ഇയർബഡ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ pTronന്റെ TWS ഇയർബഡ്സിൻ്റെ ഈ ബോക്സിനകത്ത് എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് ഇവിടെ കമ്പനി നെയിമിംഗ് കാണാൻ സാധിക്കും, pTronBassBuds. പുറകിൽ വരുവാണെങ്കിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നമുക്കിവിടെ കാണാം. ഇത് നമ്മൾ വീഡിയോയിൽ മുന്നിലോട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഇവിടെ ചെറിയൊരു പ്രൈസ് ടാഗും കാണാം. ഇത്രയാണ് ഈ ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ബോക്സ് ഇവിടെ തുറക്കുന്നു. തുറന്നു കഴിയുമ്പോൾ എനിക്കിവിടെ ചെറിയൊരു ബോക്സും കൂടെ കാണാൻ സാധിക്കുന്നു. ചെറിയൊരു ഇവിടെ നമുക്ക് കുറച്ച് മാനുവൽസ് കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ചെറിയൊരു കൂപ്പൺ പോലെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെ കാണുവാണെങ്കിൽ ഇവിടെ pTron എന്ന് പറഞ്ഞൊരു കമ്പനി നെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ TWS ഇയർബഡ്സ് ഫ്രം pTron. ഇത് നമ്മുടെ ലെഫ്റ്റ് ഇയർ, ഇത് നമ്മുടെ റൈറ്റ് ഇയറിന് വേണ്ടിയുള്ളത്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊന്നുകൂടെ നോക്കാം. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു പവർ ബാങ്കും ഒരു ഹോൾഡറും ഏകദേശം മിക്സ് ചെയ്ത് വന്ന ഒരു സാധനമാണ് ഈ ഒരു ചെറിയ ബോക്സ്. നമുക്ക് ഇതിൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നു. ഇതിൻ്റെ അകത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഇവിടെ ചെറിയൊരു ഇയർ ബഡ്സ് കാണാൻ സാധിക്കും. നമുക്കിത് റീപ്ലേസബിൾ ആണ്. നമ്മുടെ ഇയർ ബഡ്സിനകത്ത് ഈ കാണുന്ന ചെറിയ സാധനമാണ് ഇതിൻ്റെ സ്പെയർ പാർട്ട് പോലെയാണിത്. നമുക്കിത് വേണമെങ്കിൽ മാറ്റിയിടാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ pTronBassbudsൻ്റെ കുറച്ച് ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ആദ്യമേ വരുന്നത് ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. അഡ്വാൻസ്ഡ് വയർലെസ് കണക്ടിവിറ്റിയാണ് pTron നമുക്ക് ഈ ബാസ്ബഡ്സിലൂടെ തരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേഞ്ച് അഥവാ ഇതിൻ്റെ ഇയർഫോൺസും നമ്മുടെ ഫോണും തമ്മിൽ വയ്ക്കാൻ പറ്റുന്ന മാക്സിമം അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മീറ്ററാണ്. ചാർജിങ് കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഇയർബഡ്സിൻ്റെ കപ്പാസിറ്റി വരുന്നത് 50 mAh ഈ ഒരു പവർ ബാങ്കിൻ്റെ വരുന്നത് 400 mAh. പിന്നെ ചാർജിങ് ഇൻപുട്ട് നമുക്ക് 5 വോൾട്ട് വരെ ഇതിനകത്തേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് മ്യൂസിക് പ്ലേ ബാക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 6 മണിക്കൂർ വരെ നമുക്ക് കിട്ടുന്നതാണ്. ടോക്ക് ടൈം ആണെങ്കിൽ അത് 5 മണിക്കൂറും. പിന്നെ നമ്മൾ സ്റ്റാൻഡ് ബൈ മോഡിലാണ് ഇടുന്നതെങ്കിൽ 100 മണിക്കൂറും വരെ pTron നമുക്കത് തരുന്നുണ്ട്. പിന്നെ ചാർജിങ് ആണെങ്കിൽ 1.5 hours ആണ് pTron നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് pTronൻ്റെ ഈ ഒരു പവർ ബാങ്കിലേക്ക് കുറച്ചുകൂടെ നോക്കാം. ഒരു ബ്ലാക്ക് ബോഡി ഫിനിഷാണ് pTron ഈ ഒരു പവർ ബാങ്കിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു ചാർജിങ് സ്ലോട്ട് കാണാൻ സാധിക്കും. USB Type-C ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ pTron എന്ന് പറഞ്ഞൊരു കമ്പനി നെയിമും പിന്നെ ഒരു 4 ഡോട്ടും കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഇതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 4 ഡോട്ടുകളാണ്. 4 ഡോട്ടുകളുണ്ട്. ഓരോന്നും 25% വെച്ചാണ് കാണിക്കുന്നത്. ഒരെണ്ണമാണ് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ 25%, 2 തെളിയുന്നുണ്ടെങ്കിൽ 50%, 3 75%, 4 തെളിയുകയാണെങ്കിൽ ഇത് ഫുൾ ചാർജായി എന്നർത്ഥം. ഇത് നമ്മൾ ഇതിൻ്റെ അകം തുറന്നു നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ലിഡ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അകത്ത് വരുവാണെങ്കിൽ നമ്മുടെ 2 TWS ഇയർബഡ്സും കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു മാഗ്നറ്റിക് സിസ്റ്റം ഇവർ കൊടുത്തിട്ടുണ്ട്. രണ്ടിനും നമുക്ക് ചെറിയൊരു മാഗ്നറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ നടുക്ക് നമുക്ക് ഈ ഒരു ബാറ്ററി ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി, അത് ചാർജിങ് തുടങ്ങും. നമുക്ക് കാണാം ഇവിടെ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് തന്നെ ചാർജായി തുടങ്ങുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ pTronBassbudsൻ്റെ ചില കൺട്രോളുകളിലേക്ക് പോകാം. 2 ഇയർബഡ്സിൻ്റെയും ഫ്രണ്ടിലായി നമുക്ക് ഓരോ ബട്ടൺസ് വീതം കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ കൺട്രോളുകളെല്ലാം ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിത് എങ്ങനെയാണ് പവർ ഓൺ ചെയ്യണമെന്ന് നോക്കാം. 2 ഇയർബഡ്സിൻ്റെയും ഫ്രണ്ടിലുള്ള ബട്ടണിൽ നമ്മൾ 5 സെക്കൻഡ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഓൺ ആവുന്നതാണ്. ഇതുപോലെ തന്നെ ഓഫ് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ 5 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്നതാണ്. ചില അധികം കൺട്രോൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്ന ഒരു കോളിനെ റിസീവ് ചെയ്യാനോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിനെ കട്ട് ചെയ്യാനോ ഒരു തവണ ഏതെങ്കിലും ഒരു ഇയർബഡ്സിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി.
അതുമല്ല വരുന്നൊരു ഇൻകമിങ് കോളിൻ്റെ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇയർബഡ്സിൻ്റെ ബട്ടണിൽ 2 തവണ നമുക്ക് പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ മ്യൂസിക് സെറ്റിങ്സിലേക്ക് പോകുകയാണെങ്കിൽ ഒരു സോങ് പ്ലേ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 തവണ ഏതെങ്കിലും ഒരു ഇയർബഡ്സിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇയർബഡിൽ 2 തവണ പ്രസ് ചെയ്യുക. കഴിഞ്ഞ സോങ്ങിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 3 തവണ പ്രസ് ചെയ്യേണ്ടി വരും. ഈ കൺട്രോൾസ് കൂടാതെ pTron നമുക്ക് മറ്റൊരു കൺട്രോൾ കൂടി തരുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻ്റ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിലൂടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺ ആയിരിക്കുന്ന ഇയർബഡ്സിൽ 2 സെക്കൻഡ് പിടിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ആകുന്നതാണ്. നമ്മൾ ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാസ് ബൂസ്റ്റഡ് സൗണ്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. നല്ലൊരു പാസീവ് നോയിസ് ക്യാൻസലേഷനും ഇത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവസാനമായി നമുക്കിതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരാം. 2500 റുപ്പീസാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത്. എന്നാൽ ആമസോണിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്കിത് കിട്ടുന്നതാണ്. ആമസോണിൽ നിന്ന് മേടിക്കാനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.